നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആമസോൺ ബേസിക്സിൻ്റെ SSDയുടെ അൺബോക്സിംഗ് ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ചതും അതുപോലെ തന്നെ അഫോർഡബിളും ആയിട്ടുള്ള ഒരു SSD ആണിത്. ഇതിനൊരു 4800 രൂപയാണ് ഞാൻ വാങ്ങിയപ്പോൾ റേറ്റ് വന്നത്. 512 GB വേരിയൻ്റാണ്. ഇതിൻ്റെ ഒരു 1 TB വേരിയൻ്റ് ഉണ്ട്. അതിന് അറൗണ്ട് 7000 അടുത്തെന്തോ വരും. എനിക്ക് 512 ആവശ്യമുള്ളായിരുന്നു, ഞാനതാണ് ഇതെടുത്തത്. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബാക്കിയുള്ളത് നോക്കുമ്പം ഏറ്റവും വില കുറഞ്ഞത് ഇതിന് തന്നെയാണ്. പക്ഷേ ഇതിന് വാറണ്ടി ഒന്നും വരുന്നില്ല. പിന്നെ മറ്റ് SSDകളുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടില്ല. 2000 G അതായത് 2 GB പെർ സെക്കൻഡിലുള്ള റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ഇതിനുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ നോക്കിയപ്പോൾ മോർ ദാൻ എനഫാണ്. എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും ഇതിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടിയല്ല ഞാനിത് എടുത്തത്. ഞാൻ എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും കുഴപ്പം വരുമോ, വാറണ്ടിയുടെ കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ നമ്മളിതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം, വളരെ ചെറുതാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചെറുതാണ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ചെറുതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫുൾ മെറ്റൽ ബോഡിയാണ് കേട്ടോ. നല്ല ബിൽഡാണ്. നമ്മുടെ ഇൻഹാൻഡ് ഫീൽഡും ഒരു പ്രീമിയം പ്രോഡക്റ്റ് പിടിക്കുന്ന പോലെ തന്നെയാണ്. ഈ ഒരു പ്രൈസിന് എന്തായാലും വർത്താണ് സാധനം. കാണാനായാലും അടിപൊളിയാണ്. ഫുൾ ബ്ലാക്ക് ആണ്, അത് മെറ്റലാണ്. ആകെ ഒരു പ്ലാസ്റ്റിക് പോലുള്ളത് അതിൻ്റെ 2 എൻഡുകളാണ്. ഒന്ന് ചാർജിങ് പോർട്ടുള്ളതും മറ്റേതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശവും. ഇതാണ് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ. 2 കേബിളാണ് വരുന്നത്. അതായത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനാണ് കുറച്ചുകൂടെ കട്ടി കൂടുതൽ, ആ വയറിൻ്റെ തിക്നെസ് കൂടുതൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് സി ടു ടൈപ്പ് എ കേബിൾ. ഇതിന് മറ്റേതിനെക്കാട്ടിലും കുറച്ച് കനം കുറവാണ്. പിന്നെ അതെ, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഒരു മെറ്റൽ ആയതുകൊണ്ട് ഒരു മാറ്റ് ഫിനിഷാണ് അതിന് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. ഒരു മാറ്റ് ഫിനിഷ്, ഒരു ചെറിയൊരു സബ്റ്റിലായിട്ടൊരു മാറ്റ് ഫിനിഷ് ഉണ്ട്. ഇവിടെ ഇരുന്നൊരു ടോയ് കാറിൻ്റെ അടുത്ത് വെക്കുമ്പോൾ അത് എത്ര ഉണ്ടെന്ന് കാണാം. ഏകദേശം അതിൻ്റെ ഒരു സെയിം വലുപ്പമേ ഉള്ളൂ ഇതിന്. അത്രയ്ക്ക് ചെറുതാണ് സാധനം. പിന്നെ ഇതായിരിക്കുന്ന MIയുടെ പവർ ബാങ്കാണ്. ഇതിൽ നോക്കുമ്പോൾ കാണാം, അതിൻ്റെ പകുതിയേക്കാട്ടിലൊരു ഇച്ചിരി കൂടെ, അല്ല പകുതിയോളമേ ഉള്ളിത്. തിക്നെസ് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാണുന്നവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പവർ ബാങ്ക് എടുത്ത് കാണിച്ചത്. അത് 25,000 mAhൻ്റെ പവർ ബാങ്കാണ്. അത്രയ്ക്ക് ചെറുതാണ് സാധനം. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴും ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ടൈപ്പ് സി ആണ്. ഇത് നമുക്ക് ഫോണിൽ വർക്കാവും കേട്ടോ. ടൈപ്പ് സി ടു ടൈപ്പ് സി ഉപയോഗിച്ച് ചെയ്ത് നമ്മുടെ ഫോണിൽ വർക്കാവും. ഫോണിൽ നിന്ന് OTG പെൻഡ്രൈവ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഫോണിൽ സ്റ്റോറേജൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫയലെല്ലാം ഇതിലോട്ട് മാറ്റാം. വളരെ സ്പീഡായതുകൊണ്ട് നമ്മളത് അറിയത്ത് പോലും ഇല്ല. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും എല്ലാം മാറ്റി ഇതിനകത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി ആയതുകൊണ്ട് വേറെ OTGക്കും ഒന്നും ഓടേണ്ട കാര്യമില്ല. ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ ഹീറ്റിംഗ് ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്തപ്പോൾ ചെറുതായിട്ട് വാം ആവുന്നുണ്ട്, അതും വലിയ ഫയലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ടൈപ്പ് സി ടു ടൈപ്പ് സിക്കാണ് കുറച്ചുകൂടെ കട്ടി കൊടുത്തത്. എനിക്ക് തോന്നുന്നു ടൈപ്പ് സി ടു ടൈപ്പ് സിയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ സ്പീഡ് ഫുള്ള് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആവുന്നെന്ന് തോന്നുന്നു. ഞാൻ രണ്ടും കൂടെ കമ്പാരിറ്റീവ്ലി ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. എൻ്റെ ലാപ്ടോപ്പും ടൈപ്പ് സി സപ്പോർട്ടിങ് ഉള്ളതാണ്. അതുകൊണ്ട് അതിൽ നോക്കിയപ്പോൾ 18 GB ഒക്കെ ഒന്ന് ഞാൻ മൂവ് ചെയ്തപ്പോഴും അറൗണ്ട് 5 മിനിറ്റ്സിനകത്ത്, അണ്ടർ 5 മിനിറ്റ്സിനകത്തിൽ അതും കോപ്പി ചെയ്തിട്ടുണ്ട്. എൻ്റെ SSD സപ്പോർട്ടഡ് ലാപ്പാണ്. അതിൽ നിന്നാണ് ഞാൻ ഇതിലോട്ട് മാറ്റിയത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഒരു 18 GB ഒരു ഫയൽ അത് മാറിയത്. ഇൻഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണ്. ആ ഒരു മാറ്റ് ഫിനിഷ്, നമുക്ക് ആ ഒരു ചെറിയൊരു ടെക്സ്ചർ നമ്മൾ പിടിക്കുമ്പോഴും ആയാലും അടിപൊളി വരികയാണ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തൊരു പ്രോഡക്റ്റാണിത്.